പെട്ടെന്ന് വാ. നമസ്കാരം സാർ. സാർ ഞാൻ ഹാപ്പി മൊമെന്റ്സ് മാട്രിമോണിയിൽ നിന്ന് വരികയാണ്. ഓ, ഹാപ്പി മൊമെന്റ്സ് ഈവന്റ് മാനേജ്മെന്റ് സിസ്റ്റം വരികയാണ്. ആ സാർ ഞങ്ങളുടെ ഡാറ്റ പ്രകാരം ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഉടനെ തന്നെ. ഓ, ഇവിടെ ഒന്നും നടക്കുന്നില്ല. കല്യാണം ഉണ്ട്. ആ കണ്ടോ സാർ, മാട്രിമോണി വഴി ഇവിടുത്തെ ഒരു പയ്യന് പെണ്ണ് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, അങ്ങനെ വന്നതാണ്. ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല, നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വിളിക്കാം. സാർ അങ്ങനെ പറയരുത്, എൻ്റെ കയ്യിൽ ഒരുപാട് പാക്കേജുകളുണ്ട്, ഒന്ന് കേൾക്കണം. ഇല്ല, സമയം വെറുതെ സമയം കളയണ്ട, എളുപ്പക്കോ. അച്ഛാ ചേട്ടാ പറയട്ടെ, നല്ല അടിപൊളി പാക്കേജ് ഒക്കെ ഉണ്ടെങ്കിലോ? അടിപൊളി പാക്കേജുകളുണ്ടെന്ന് സാർ. 5000 രൂപയുടെ മുതൽ 5 ലക്ഷം രൂപയുടെ വരെ പാക്കേജുകളുണ്ട്. 5000 രൂപയുടെ പാക്കേജ് സാർ. 5000 രൂപയുടെ പാക്കേജ് എന്ന് പറയുമ്പോൾ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇവിടെ ഒരു മാല ഇടുന്നു, ബന്ധുക്കൾക്ക് ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും, പിന്നെ ഒരു ഫോട്ടോ. ശുഭം. അയ്യ അത് വേണ്ട, വേറെ ഏതെങ്കിലും പാക്കേജ് ഉണ്ടോ? ആ സാറിന്റെ ബഡ്ജറ്റ് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ. ഇല്ല, ഇപ്പൊ നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാം. അല്ല സാറേ, മീഡിയം ലെവൽ പാക്കേജ് ഉണ്ട്, അതായിരിക്കും ചിലപ്പോൾ സാറിന് കൂടുതൽ പറ്റുന്നത്. അതാകുമ്പോൾ ഒരു 500 പേര്, ഒരു 2 പായസമുള്ളൊരു സദ്യ, ഒരു വീഡിയോ, 2 ക്യാമറ. അത് കൊള്ളാം കേട്ടോ. അതിന് എത്ര രൂപ? 1 ലക്ഷം രൂപ. ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ വിളിക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം കുറച്ച് തിരക്കാണ് സാർ. പോയിട്ട് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരുമോ അങ്ങനെയാണെങ്കിൽ? മകള് പോയി വെള്ളം എടുത്തിട്ട് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ. ഇല്ല, ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ബെല്ലടിച്ച ആരാന്ന് നോക്കാൻ വന്ന. ഇതാരാണ് സാർ? അത് അനീതി. ആ നമസ്കാരം മാഡം. നമസ്കാരം. ആ മാഡം, പ്രഗ്നൻസിയുടെ 5ാം മാസം മുതൽ കുട്ടിയുടെ 5ാമത്തെ ബർത്ത്ഡേ വരെയുള്ള ഈവൻറ്റ്സ് ഞങ്ങൾ മാനേജ് ചെയ്യും മാഡം. ഓ, ഇവന്റ് മാനേജ്മെന്റ് ആരാ? അതെ. അടിപൊളി. മാഡത്തിന്റെ ഈ പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാക്കി മാറ്റാൻ മാഡത്തിന് ആഗ്രഹമില്ലേ? പിന്നില്ലേ ചേട്ടാ, അങ്ങനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാക്കി മാറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹാപ്പി മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക. ആ ഹാപ്പി മാനേജ്മെന്റ് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവം. ബില്ല് കാണുമ്പം ഓ അങ്ങനെയൊന്നുമില്ല സാർ, നമുക്ക് എന്ത് ഡിസ്കൗണ്ട് വേണമെങ്കിലും ചെയ്യാം സാർ. അത് ഈവന്റ് ഒന്ന് തന്നായിരുന്നെങ്കിൽ. ഡിസ്കൗണ്ട് ചെയ്യാന്ന്. എങ്ങനെയാ നിങ്ങളുടെ പാക്കേജ് ഒക്കെ എങ്ങനെയാ വരുന്നത്? മാഡം ഒരുപാട് പാക്കേജുകളുണ്ട്. 5000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു. ചേട്ടാ നിക്ക് കേക്കണ്ടേ? നീ കേട്ടോ. മാഡം സാറിനോട് ഒന്ന് സംസാരിക്കൂ. അത് ഞാൻ സംസാരിച്ച് ശരിയാക്കാം. കഴിക്കാൻ പറ്റിയതാ? അത് പിന്നെ ഇവന്റിന് പോയതായിരിക്കും അല്ലേ? അയ്യോ അല്ല മാഡം, ബൈക്കിൽ നിന്ന് വീണതാ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എനിക്കറിയാം. ഇവിടെ ഇരിക്കും കേട്ടോ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ. ചേട്ടാ ചേട്ടാ ഒന്ന് വാ ചേട്ടാ. അതൊക്കെ വലിയ കാശ് പോകുന്ന പരിപാടിയാണ്, നീ ചുമ്മാ ഏരിയ അവിടെ. ചേട്ടാ ഇതൊക്കെ അല്ലേ ചേട്ടാ ഒരു രസം. പിന്നെ ആ ചെറുക്കനെ കണ്ടാ അറിയാം, ഒരു പാവം പയ്യൻ. വാ. നമ്മുടെ സുമേഷിനെ കണ്ടാൽ പാവം പോലെ തോന്നൂലേ? അവന്റെ കയ്യിരിപ്പ് അങ്ങനെ ഉണ്ട്. ചേട്ടാ എന്തുവാ ചേട്ടാ? ആരാ വന്നേ? പിള്ളേർ പറഞ്ഞ ആരാണ്ടോ വന്നെന്ന്? ഇവന്റ് മാനേജ്മെന്റ് ആര്? ഇവന്റെയോ? ഇവന്റ് എന്തിനാ അവരിങ്ങോട്ട് വന്നേ? അമ്മ, സുമേഷും ശംഭുവും കൂടെ ഒപ്പിച്ചോണ്ട് വന്ന പണിയത്. സുമേഷും ശംഭുവും കൂടെ ഇപ്പൊ ഒരു മാട്രിമോണിയൽ ഓഫീസിൽ പോയില്ലായിരുന്നാ? അവരും ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് ടൈപ്പാണ്. ഓ അമ്മേ, ഇവൻ അവിടെ ചെന്നിട്ടേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അത് ക്യാൻവാസ് ചെയ്യാൻ വന്നതാണ്. അതിന് ഇവരെന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നേ? ചേട്ടനും ആ ചെറുക്കനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ബെല്ലടി കേട്ട് വെളിയിലോട്ട് ചെന്നപ്പോ എന്നെ കണ്ടപ്പോ ആ ചെറുക്കൻ പറഞ്ഞു കല്യാണം എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞു ഈ ഡെലിവറി, കൊച്ചിന്റെ പേരിടിയില്, ബർത്ത്ഡേ, അങ്ങനെ ഏതാണ്ടൊക്കെയോ എല്ലാത്തിന്റെ ഇവന്റ് ചെയ്തു തരാന്ന്. അത് നല്ല കാര്യമല്ലേ? അല്ലേ? നമുക്ക് നല്ല ഭംഗിക്ക് ചെയ്യാലോ. നല്ല ഭംഗിക്കൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം അറിയാം പൈസ വരുമ്പോഴത്തേക്ക്. കണ്ടോ എന്ത് പൈസ വരുമ്പം? ഒന്നുമില്ല, അവരൊക്കെ നല്ല ഡിസ്കൗണ്ട് ചെയ്ത് തരത്തില്ലേ? ഡിസ്കൗണ്ട് ചെയ്ത് തരാന്ന് ആ ചെറുക്കൻ പറഞ്ഞു അമ്മേ. പിന്നെ അങ്ങ് ചെയ്യടാ. അമ്മ ചുമ്മാ ഇരിക്കണം അമ്മ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടാതെ. എന്റെ പൊന്നെ ഏട്ടാ, ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇവന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ? മെമ്മറി. പുള്ളി പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് ജീവിതകാലം മൊത്തം ഇങ്ങനെ ആലോചിച്ച് വെക്കാൻ പറ്റും. നല്ല രസമായിരിക്കും. ചൂടോടുകൂടി കയ്യിൽ ഒഴിച്ച് തന്നിട്ട് കുടിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഇച്ചിരി ചൂടാക്കി ആയിക്കോട്ടെ, സാരമില്ല. നീ അങ്ങോട്ട് ഊതിയാ മതി, അപ്പൊ തണുത്തോളൂ. നീ വാടി, ഞാൻ അവരെ വിളിച്ചു പറയാം. പോടാ. ചൂടാണേ. ഇതാണ് ആ ഇവന്റിലെ പയ്യൻ. ഇത് അമ്മ. നമസ്കാരം അമ്മേ. എന്താ തീരുമാനമായോ പാക്കേജ് എടുക്കുന്ന കാര്യം? അയ്യോ, നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരോടും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കി പറയാം. അമ്മ തീരുമാനങ്ങളൊക്കെ എടുക്കണേ. പയ്യ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഇതിപ്പോ ഏതാ മാസം? ഇത് മാർച്ച് അല്ലേടി? മാർച്ച്. അയ്യോ അതല്ല മാഡത്തിന് മാസം. ഓ എനിക്ക് 8 മാസമായി. 8 മാസം എന്ന് പറയുമ്പോ ഇനിയിപ്പോ കുഞ്ഞ് ജനിച്ച് അതിന്റെ നൂല് കെട്ട്, ചോറൂണ്, ബർത്ത്ഡേ എല്ലാം കൂടെ ചേർത്ത് ഒരു കിടിലൻ പാക്കേജ് ഉണ്ട്. ആണോ? ഈ വലിയ വലിയ സിനിമാടിമാരൊക്കെ ഈ പാക്കേജ് എടുക്കാറ്. പാക്കേജ് എന്നൊക്കെ പറയുമ്പോ ഏകദേശം എത്ര ആവുമായിരിക്കും? അതിപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ വരെ എല്ലാ ഫംഗ്ഷനിലൂടെ ചേർത്ത് നോക്കിയാൽ ഒരു 75,000 നമുക്ക് പിടിക്കാം.
75,000 ഉള്ളൂ? 75,000 രൂപയോ? കൂടുതലാണോ? ഇതിന് കൂടുതലല്ലേ? 75,000 രൂപയോ? അയ്യോ മാഡം, ഈ ഓരോ ഫംഗ്ഷനും നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുകയാണെന്ന് ആലോചിച്ച് നോക്ക്. 100 കെട്ട് എത്ര രൂപയാവും? ചോറൂണ് ആരെയൊക്കെ വിളിക്കണം? ഒരുപാട് പൈസയാ, വിചാരിക്കുന്ന പോലെയല്ല. ഇതാ ലാഭം. ഇതാ ലാഭം. ആ അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? മതി. ആദ്യത്തെ ഒരു 40% അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി, ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം. ഇതൊക്കെ എന്റെ റിസ്കിലാണേ. അപ്പോഴേ ഞങ്ങൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാം. മാഡം, വലിയ സിനിമാടിമാരൊക്കെ ഈ പാക്കേജാണ് എടുക്കുന്നത്. മനസ്സിലായി. അപ്പൊ ആലോചിച്ചിട്ട് മതി. എന്നാ എന്റെ കാർഡ് തരട്ടെ. ഹലോ പെങ്ങളെ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. അല്ല ഞാൻ സോറി പറയാം പെങ്ങടുത്ത് വന്ന്. അങ്ങോട്ട് വരാം. പെങ്ങളെ, ദൈവത്തെ ഓർത്ത് കാമുകനെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. അല്ല എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റല്ലേ, പെങ്ങളൊന്ന് ക്ഷമിക്കണം. അയ്യോ കളിയാക്കിയതല്ല, സത്യമായിട്ടും കളിയാക്കിയല്ല, ദൈവത്തിനാണ് കളിയാക്കിയതല്ല. അന്നേരത്തെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ പെങ്ങളെ. സോറി, ഒന്ന് ക്ഷമിക്കണേ. ശരി ഓക്കെ, ശരി. സോറിയൊക്കെ പറയൂലെന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയൂലെന്ന് ആരൊക്കെ പറഞ്ഞായിരുന്നു നേരത്തെ? എടാ ഇതെന്റെ അടവല്ലേ. അടവായിരുന്നോ? ഇവിടെ ചേട്ടത്തിയും ഭയങ്കര അമ്മയൊക്കെ ഇല്ലേ, ഇവിടെ ഒരു സീൻ ഉണ്ടായി, എനിക്ക് നാണക്കേടല്ലേ. അത് ശരിയാണ്. പേടിച്ച് മുഖം വിളറി പോയിരിക്കുന്നു. വിളറിയിരിക്കുന്നു പേടിച്ച്. എന്റെ പേടിച്ച് മുഖം വിളറിയുന്നില്ല. നീ എന്റെ സോങ് കണ്ട നീ ഇറങ്ങിപ്പോ, അവിടെ കാത്തണം പോയിരിപ്പോ. ഞാൻ പോണം. ഞാൻ പോയേക്കാം. അല്ല ചിറ്റപ്പാ, ചിറ്റപ്പൻ എല്ലാരും തുരുമ്പ് ചിറ്റപ്പനെന്നല്ലേ വിളിക്കുന്നത്? നമ്മക്കേ പേടിത്തോണ്ട ചിറ്റപ്പനെന്നാക്കിയില്ല.